നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ആരാണ് ഉർവിൽ പട്ടേൽ? ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 13 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് IPL-ൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്ന റെക്കോർഡ് യശസ്വി ജയ്സ്വാളിനൊപ്പം പങ്കിട്ട ഉർവിൽ പട്ടേൽ ആരാണ്? ഇന്നലെയാണ് അദ്ദേഹം രാജ്യം മുഴുവൻ അറിയുന്ന ഒരു കളിക്കാരനായി മാറിയത്. അദ്ദേഹം 23 പന്തിൽ 65 റണ്ണാണ് ചെന്നൈക്ക് വേണ്ടി ഇന്നലെ അടിച്ച് ജയിക്കാൻ LSGക്കെതിരെ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ജയിക്കാനുള്ള പൂർണ്ണമായ അടിത്തറ ഒരുക്കിയത് ഉർവിൽ പട്ടേലാണ്. ആ 23 പന്തിൽ 65-ൽ 8 സിക്സറും 2 ഫോറുമാണ്. ഈ 65-ൽ 50 റണ്ണും 13 പന്തിലാണ് അടിച്ചത്. അതോടെ രാജസ്ഥാൻ റോയൽസിൻ്റെ യശസ്വി ജയ്സ്വാളിനൊപ്പം ആ റെക്കോർഡ് പങ്കിട്ടു. IPL-ലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഹാഫ് സെഞ്ചുറി, ഏറ്റവും വേഗതയിൽ അർദ്ധ സെഞ്ചുറി തികച്ചതിൻ്റെ റെക്കോർഡ് യശസ്വി ജയ്സ്വാളുമായി പങ്കിട്ടു. അങ്ങനത്തെ ആ ഉർവിൽ പട്ടേൽ ആരാണ്? ഉർവിൽ പട്ടേൽ ഗുജറാത്തുകാരനാണ്. 27 വയസ്സാണ് അയാളുടെ പ്രായം. 2017-18 ബറോഡയ്ക്ക് വേണ്ടിയിട്ട്, ഗുജറാത്തിലെ ഒരു നഗരമായ ബറോഡയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചു തുടങ്ങിയത്. 2020 ക്രിക്കറ്റിലും മറ്റ് കളികളിലും ലിസ്റ്റ് എ കളികളിലും ഒക്കെ ബറോഡയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം രംഗപ്രവേശം ചെയ്തത്. ലിസ്റ്റ് എ മത്സരത്തിൽ 41 പന്തിൽ സെഞ്ചുറി അടിച്ച് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി അടിച്ചതിൻ്റെ രണ്ടാമനായി. ലിസ്റ്റ് എ മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ പന്തിൽ സെഞ്ചുറി അടിച്ചതിൻ്റെ റെക്കോർഡിൽ ആയിരുന്നു ഉർവിൽ പട്ടേൽ. പിന്നീട് 2020-ൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി അടിച്ചതിൻ്റെ റെക്കോർഡും ഉർവിൽ പട്ടേലിനായിരുന്നു രാജ്യത്ത് ലിസ്റ്റ് എ മത്സരങ്ങളിൽ. അദ്ദേഹത്തെ പിന്നീട് ഗുജറാത്ത് രഞ്ജി ട്രോഫി ടീമിലേക്ക് മാറ്റുകയും ഗുജറാത്തിന് വേണ്ടി അദ്ദേഹം രഞ്ജി ട്രോഫി കളിക്കുകയും ചെയ്തു തുടങ്ങി. IPL-നെ സംബന്ധിച്ചിടത്തോളം 2023-ൽ ഗുജറാത്ത് ടൈറ്റൻസിലാണ് ആദ്യം അദ്ദേഹം ബേസ് പ്രൈസായി 20 ലക്ഷത്തിന് അദ്ദേഹത്തെ എടുക്കുന്നത്. പക്ഷേ ടൈറ്റൻസിന് വേണ്ടി ഒരൊറ്റ കളിയും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. പിന്നീട് 2025-ൽ ഓപ്ഷനിൽ ലേലത്തിൽ വിറ്റുപോയില്ല IPL-ൻ്റെ. അത് കഴിഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സ് മറ്റൊരു പ്ലെയർക്ക് പകരമായി റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉർവിൽ പട്ടേലിനെ 30 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്നത്. ഉർവിൽ പട്ടേൽ 2025 മെയ്യിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ആദ്യ കളിയിൽ 11 പന്തിൽ 31 റണ്ണാണ് അദ്ദേഹം അടിച്ചത്. എന്നാൽ പിന്നീടൊന്നും ഈ IPL-ൽ വരുന്നതുവരെ ഉർവിൽ പട്ടേലിനെ കുറിച്ച് കാര്യമായ ഒരു കേട്ടറിവ് രാജ്യത്തിനൊട്ടാകെ ഉണ്ടായിരുന്നില്ല. ഇത്തവണയും ആദ്യത്തെ 2-3 കളികളിൽ അദ്ദേഹം അങ്ങനെ മികച്ച പ്രകടനമൊന്നും കാഴ്ചവെച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ അതിൻ്റെ എല്ലാം കണക്ക് തീർക്കും വിധം ഇന്നലെ കളിച്ച് അതിഗംഭീരമായി കളിച്ച് 204 റൺ എന്ന വിജയലക്ഷ്യത്തിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ എല്ലാ അടിത്തറയും അദ്ദേഹമാണ് പാകിയത്. ആ നിലയിൽ ഗംഭീരമായി അടിച്ചു കളിച്ചു. അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചതിന് ശേഷം ഒരു കടലാസ് ഉയർത്തി കാണിച്ചു. ദിസ് ഈസ് ഫോർ യു പപ്പ എന്നാണ് ആ കടലാസിലുണ്ടായിരുന്നത്. അതായത് അച്ഛനാണ് ആ ഇന്നിങ്സ് അദ്ദേഹം സമർപ്പിച്ചത്. താൻ അവസാനം രാജ്യമറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനായി, മികച്ച കളിക്കാരനായി മാറി എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഉർവിൽ പട്ടേലിൻ്റെ അച്ഛൻ മുകേഷ് പട്ടേൽ ഗുജറാത്തിൽ ഒരു സ്കൂളിൽ ഫിസിക്കൽ ട്രെയിനിങ് അധ്യാപകനാണ്, PT അധ്യാപകനാണ്. അദ്ദേഹമാണ്, മുകേഷ് പട്ടേലാണ് ഉർവിൽ പട്ടേലിനെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതും ക്രിക്കറ്റിൽ അതിഗംഭീരമായൊരു ഭാവി ഉണ്ടാക്കിയെടുക്കുന്നതും.